ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ തുടർച്ചയായി തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്ന് സജീവൻ. സംഭവത്തിനു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. അതേസമയം സംഭവത്തിൽ കെ സുധാകരനുമായി സംസാരിച്ച KC വേണുഗോപാൽ തമ്മിൽ തല്ലിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉണ്ടായ പോസ്റ്റർ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ DCC ഓഫീസിൽ അരങ്ങേറിയത്. വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കുമിടെ DCC ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് സജീവൻ കുര്യച്ചിറ പറഞ്ഞു. ഞാനും ബാബുവിന അവനൊക്കെ വിളിച്ച് അവനെ നശിപ്പിക്കുന്നത് എന്നോട് കടന്നു പുറത്തു പോവാ. ഞാൻ തന്നെ പോകണം. ഞാൻ DC സെക്രട്ടറിയാണ്. ഞാൻ 45 ദിവസം ഇതിന് ഇലക്ഷന് 24 മണിക്കൂറും വർക്ക് ചെയ്ത. ഞാൻ ലീഡേഴ്സൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരെത്തും. അനാവശ്യമായി DCC പ്രസിഡന്റ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അനാവശ്യമായി ഉണ്ടാക്കിയത്. ഞാൻ ഇവിടെ ഇരിക്കും. കെ മുരളീധരനെ അനുകൂലിക്കുന്ന ജില്ലയിലെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് സജീവൻ. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും 18ഓളം പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സജീവനൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ ഗുണ്ടായിസം വെച്ച് പൊറുപ്പിക്കില്ലെന്നും കെ മുരളീധരനെ അനുകൂലിക്കുന്നവർ പ്രതികരിച്ചു. സംഭവം KPCC നേതൃത്വത്തെ അറിയിക്കുമെന്നും ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. നിർഭാഗ്യകരമായ സംഭവമാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരെ പാർട്ടി ഓഫീസിൽ അക്രമം നടത്തരുത്. അത് അക്രമം നടത്തിയ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടികൾ പാർട്ടി എടുക്കും. സജീവൻ കുര്യച്ചിറ ഉൾപ്പെടെ 3 പേർ DCC ഓഫീസിന്റെ താഴത്തെ നിലയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെയാണ് സംഘർഷത്തിന് തുടക്കം. മുകൾ നിലയിൽ നിന്നും ഇറങ്ങി വന്ന ജോസ് വള്ളൂരും സംഘവും ഇവരുമായി വാക്കേറ്റമുണ്ടാക്കുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ സംഭവം അറിഞ്ഞെത്തിയ മറ്റു കോൺഗ്രസ് പ്രവർത്തകരും ജോസ് വള്ളൂരിനൊപ്പം ഉണ്ടായിരുന്നവരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ചേരിപ്പോര് കയ്യാങ്കളിയിലെത്തിയതോടെ KPCC നേതൃത്വം ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തൃശൂർ.